എത്ര വയസ്സായാലും 80 വയസ്സായാലും 90 വയസ്സായാലും മുടി നര മാറ്റാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുന്ന അടിപൊളി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നരച്ച മുടീനെ മറന്നേക്കൂ, ഇനി ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഇച്ചിരി തുരുമ്പുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തുരുമ്പ് നമ്മുടെ ഈ മുടിയിൽ ഇങ്ങനെ ഡൈ ചെയ്ത് നമ്മൾ നാച്ചുറൽ ഡൈ ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുന്നതാണ്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നീലമരി പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് നീലമരി പൊടിയാണോ എടുക്കുന്നത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അലർജി ഇല്ലാതെ ചൊറിച്ചിൽ, ചിലർക്ക് ചൊറിച്ചിൽ അലർജി ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് എന്താണോ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് മുടിക്ക് അലർജി ഇല്ലാതെ പിടിക്കുന്ന ആ ഒരു ക്വാളിറ്റിയുള്ള പൊടി അല്ല നീലമരിപ്പൊടി എടുക്കുക. അല്ലെങ്കിൽ ഈ അലർജി ഉള്ളവരെ ചെയ്യേണ്ടത് നെല്ലിക്കാപ്പൊടി മാത്രം എടുക്കുക, നീലമരിപ്പൊടി എടുക്കാതെ നെല്ലിക്കാപ്പൊടി മാത്രം എടുക്കുക. ഇപ്പം ഞാൻ നെല്ലിക്കാപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. അതും 2 ടീസ്പൂൺ അളവിൽ നീലമരിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി കൂടെയാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി കേട്ടോ. നെല്ലിക്കാപ്പൊടിയും നമ്മുടെ നീലമരിപ്പൊടി ഇല്ലാതെ തന്നെ നമ്മുടെ നരച്ച മുടിനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നെല്ലിക്കാപ്പൊടി. അത് മാത്രമല്ല നല്ലപോലെ മുടി ആർത്തി കിളക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ തലമുടിക്കും ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്കാപ്പൊടി. പച്ച നെല്ലിക്ക ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജ്യൂസായിട്ട് അരച്ച് ഈ ഒരു ഇതിലേക്ക് ഉപയോഗിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇത് എടുക്കുന്നുണ്ട് നമ്മുടെ കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ വെച്ച് കട്ട് ചെയ്ത് കാരണം ഞാൻ അങ്ങനെ കട്ടയ്ക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ 3 മിക്സിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് കാപ്പിവെള്ളമോ തേയിലവെള്ളമോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു മിക്സ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അറിയാം നമ്മുടെ കോഫി പൗഡർ ഇച്ചിരി കട്ടയായത് കാരണം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നരച്ച മുടി ആർക്കാണോ ഉള്ളത് കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കോ ഇങ്ങനത്തെ മുടി നരയുടെ ഭയങ്കര പ്രശ്നമാണ്. പാരമ്പര്യമായിട്ട് മുടി നരയ്ക്കുന്നവർക്കൊക്കെ നമുക്ക് ആ നരച്ച മുടീനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. 1 മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. അതിനുശേഷം വേണം ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് നല്ല പോലെ ഹെന്ന ഒരു കറുപ്പ് പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഹെന്ന ചെയ്യാതെ ചെയ്താലും കറുപ്പ് വരും. അതിപ്പോൾ ഒരു ഇരുണ്ട ഷെയ്ഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഹെന്ന ചെയ്തതിന് ശേഷം നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനും എൻ്റെ തലമുടിയിലേക്ക് മക്കളുടെ തലയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇക്കയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടി ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ മകളുടെ മുടി ഇങ്ങനെ നരച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം നീലമരിപ്പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ അല്ലെങ്കിൽ നീലമരിയുടെ ഹെയർ ഓയിൽ തയ്യാറാക്കാം. എന്നിട്ട് അത് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുകയും ചെയ്യും. അവർ കുളിക്കുമ്പോൾ സാധാരണ എണ്ണ ഏതാണ് വെക്കുക അതുപോലെ തന്നെ ഈ എണ്ണയും വെച്ച് തല കഴുകാവുന്നതേ ഉള്ളൂ. ആ ഒരു എണ്ണയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഞാനത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് നെറ്റിനരയൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം മാറാനും വളരെ നല്ലതാണ്. നെറ്റിനര മാറ്റിയത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മകളുടെ തലമുടിയിലെല്ലാം പറ്റിയ ശേഷം ഒന്ന് കഴുകി കണ്ടില്ല, റിസൾട്ട് നല്ലപോലെ നരച്ചിട്ടുണ്ടായിരുന്നു. ഈ നെറ്റിയുടെ സൈഡിലൊക്കെ നരച്ചിരുന്നു, അതെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.